Hi dear friends, welcome to Bank Master Sunday സ്പെഷ്യൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജൂലൈ 1 to 7 കറണ്ട് അഫയേഴ്സ് വീക്ക്ലി കറണ്ട് അഫയർ ഞാൻ ട്യൂസ്ഡേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് തൊട്ട് സൺഡേസിലായിരിക്കും വീക്ക്ലി കറണ്ട് അഫയേഴ്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. Indian Railway in collaboration with which company has set up a 1.7 megawatt solar power plant in Bina, Madhya Pradesh. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ ഒരു 1.7 മെഗാവാട്ട് സോളാർ പവർ പ്ലാന്റ് മധ്യപ്രദേശിലെ ബീന എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഏത് കമ്പനിയുടെ കൂടെ ടൈപ്പ് ചെയ്തിട്ടാണ് ഈ പ്രോജക്റ്റ് അവർ ഫിനിഷ് ചെയ്തത്? അത് ബെല്ലിൻ്റെ കൂടെയാണ്. ബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്. ഓക്കെ. അപ്പോൾ ബെല്ലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഡൽഹിയിലാണ് ബെല്ലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ ഇത് ബെല്ലും ഇന്ത്യൻ റെയിൽവേയും കൂടെ ടൈപ്പ് ചെയ്തൊരു പ്രോജക്റ്റാണ്. അപ്പോൾ റെയിൽവേ എന്ന് പറയുമ്പോഴേ റെയിൽവേ മിനിസ്റ്ററാണ് പീയൂഷ് ഗോയൽ. ഓക്കെ. പിന്നെ റെയിൽവേ ബോർഡ് ചെയർമാൻ ആരാണ്? വിനോദ് കുമാർ യാദവ്. അപ്പോൾ ഇതാണ് ഇതിൽ പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിക്. ദ ഡിസിൻഫെക്ഷൻ ബോക്സ് നെയ്മഡ് യൂണിസേവിയർ ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ വിച്ച് IIT? ഒരു IIT ഒരു ഡിസിൻഫെക്ഷൻ ബോക്സ് ഡെവലപ്പ് ചെയ്തു. എൻ്റെ പേരെന്താണ്? യൂണിസേവിയർ. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത IIT ഏതാണ്? IIT റൂർക്കി. അപ്പോൾ ഈ IIT റൂർക്കിയാണ് ഈ ഡിസിൻഫെക്ഷൻ ബോക്സ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ IIT റൂർക്കിയിൽ ഒരു ടീം റിസർച്ചേഴ്സാണ് ഇതിൽ വർക്ക് ചെയ്തത്. ആ ടീമിനെ ലീഡ് ചെയ്തത് ഒരു ലേഡി പ്രൊഫസറാണ്. അവരുടെ പേര് സൗമിത്ര സതാപതി. ഓക്കെ. West Bengal has launched a mobile application to scan documents. Name the മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പോൾ റീസെൻ്റായിട്ട് വെസ്റ്റ് ബംഗാൾ ആണെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ പേരെന്താണ്? അപ്പോൾ അതിൻ്റെ പേര് സെൽഫ് സ്കാൻ. ഇത് നമ്മുടെ ക്യാം സ്കാനറില്ലേ, ക്യാം സ്കാനർ ചെയ്യുന്ന എല്ലാ വർക്കും ഇത് ചെയ്യും. ക്യാം സ്കാനർ ഒരു ചൈന ബേസ്ഡ് ആപ്പായിരുന്നു. അതിന് ഈക്വലായിട്ട് വെസ്റ്റ് ബംഗാൾ കൊണ്ടുവന്ന ഒരു ആപ്പാണ് സെൽഫ് സ്കാൻ ആപ്പ്. അപ്പോൾ ഇത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് സെൽഫ് സ്കാൻ ആപ്പ്. അപ്പോൾ വെസ്റ്റ് ബംഗാളിനെ കുറിച്ച് പറയുമ്പോൾ CM മമതാ ബാനർജി, ഗവർണർ ജഗ്ദീപ് ധൻഖർ. ഓക്കെ. വിച്ച് കമ്പനി ഹാസ് പാർട്ട്നർഡ് വിത്ത് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NSDC ടു ഓഫർ ഡിജിറ്റൽ സ്കിൽസ് ടു ഇന്ത്യാസ് യൂത്ത് ഇൻ നെക്സ്റ്റ് 12 months? അപ്പോൾ ഏതോ ഒരു കമ്പനി NSDCയുടെ കൂടെ പാർട്ട്ണർ ചെയ്തിട്ട് യൂത്തിന് ഡിജിറ്റൽ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരു വർഷത്തേക്ക് ഇന്ത്യയിലെ യൂത്ത്സിന് ഡിജിറ്റൽ സ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി NSDCയുടെ കൂടെ പാർട്ട്ണർ ചെയ്തിട്ടുണ്ട്. അത് ഏത് കമ്പനിയാണ്? അതാണ് മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണെന്നറിയാം. അതിൻ്റെ CEO ആരാണെന്നറിയാം. റൈറ്റ്. മൈക്രോസോഫ്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? വാഷിങ്ടൺ. എൻ്റെ CEO ആരാണ്? സത്യ നാഡല്ല. ഓക്കെ. അപ്പോൾ ഈ NSDC എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അതിൻ്റെ CEO ആരാണ്? മനീഷ് കുമാർ. ഓക്കെ. ഹു ഈസ് അപ്പോയിൻറ്റഡ് ആസ് ദ CEO ഓഫ് UK ഇന്ത്യൻ ബിസിനസ് കൗൺസിൽ? അപ്പോൾ UKയുടെ ഇന്ത്യൻ ബിസിനസ് കൗൺസിലിലെ ന്യൂ CEO ആരാണ്? ജയന്ത് കൃഷ്ണ. ഇദ്ദേഹം ഫസ്റ്റ് ഇന്ത്യൻ CEO ഓഫ് UK IBC. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഇന്ത്യൻ CEO ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇദ്ദേഹം പ്രൈം മിനിസ്റ്ററിൻ്റെ സ്കിൽ ഇന്ത്യ മിഷൻ എന്നൊരു മിഷൻ ഉണ്ടായിരുന്നു, അതിൻ്റെ CEO ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഹു ഈസ് അപ്പോയിൻറ്റഡ് ടു ദ സെൻട്രൽ ഗവൺമെൻറ് കമ്മിറ്റി ഓൺ STIP 2020? ഇപ്പോൾ ഇതൊരു റീസെൻറ്റ് അപ്പോയിൻമെൻ്റ് ആണ്. ഇതിൻ്റെ പേര് ഇത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു പേരായിരിക്കും. സിജോ കുരുവിള ജോർജ്. ഇദ്ദേഹം ഒരു കേരളൈറ്റാണ്. അപ്പോൾ ഈ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു 8 മെമ്പർ കമ്മിറ്റിയാണ്. ഈ 8 മെമ്പർ കമ്മിറ്റിയിൽ ഒരേ ഒരു കേരളൈറ്റാണ് സിജോ കുരുവിള ജോർജ്. അപ്പോൾ STIP 2020 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസി 2020. അപ്പോൾ ഈ സിജോ കുരുവിള ജോർജിനെ പറ്റി പറയുവാണെങ്കിൽ അദ്ദേഹം റീതിങ്ക് ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറുമാണ്. ഫസ്റ്റ് CEO ഓഫ് സ്റ്റാർട്ടപ്പ് വില്ലേജും കൂടിയാണ്. ഓക്കെ. Fina Payments Bank has recently launched a savings account scheme for minor aged between 10 to 18. നെയിം ഓഫ് ദ സ്കീം. അപ്പോൾ മൈനർ ആൾക്കാർക്ക് വേണ്ടിയിട്ട് 10 തൊട്ട് 18 വയസ്സ് വരെയുള്ള
ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്ക് ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്, സേവിങ്സ് അക്കൗണ്ട് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് ഭവിഷ്യ. അപ്പോൾ ഫിനോ പേയ്മെൻറ്റ്സ് ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? മുംബൈ. ഇതിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ COO ആരാണ്? COO അത് ആശിഷ് അഹൂജ. ഓക്കെ. ഹു ഈസ് ഇന്ത്യസ് 66th ചെസ് മാസ്റ്റർ? ഇന്ത്യയുടെ 66th ചെസ് മാസ്റ്റർ ആരാണ്? ജി ആകാശ്. ഹി ഈസ് ഫ്രം ചെന്നൈ തമിഴ്നാട്ടിലാണ് ജി ആകാശ് എന്ന് പറയുന്നത് 66th ചെസ് മാസ്റ്റർ. ഇദ്ദേഹം ഈ കുട്ടി 23 വയസ്സുള്ള കുട്ടി 66th ചെസ് മാസ്റ്ററുമാണ്. അതുമാത്രമല്ല ഫോർമർ നാഷണൽ ചാമ്പ്യൻ കൂടിയാണ്. ഓക്കെ. Which organization has signed a loan agreement of $400 million with Government of India to enhance the support for Namami Ganga program? അപ്പോൾ നമാമി ഗംഗ പ്രോഗ്രാം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏത് ഓർഗനൈസേഷൻ്റെ കയ്യിൽ നിന്നാണ് $400 million കടം വാങ്ങുന്നത്? വേൾഡ് ബാങ്കിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ വേൾഡ് ബാങ്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ പ്രസിഡൻ്റ് ആരാണ്? ഡേവിഡ് മാൽപാസ്. ഓക്കെ. ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? വാഷിങ്ടൺ DC. MD ആൻഡ് CFO അതൊരു ഇന്ത്യൻ ലേഡിയാണ്, അൻഷുല കാന്ത്. ഷീസ് ഫ്രം റൂർക്കി, ഇന്ത്യ. അവർ SBIയുടെ ഫോർമർ MD കൂടെയായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ നമാമി ഗംഗ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് ടു റെജുവിനേറ്റ് ദ ഗംഗ റിവർ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എഗെയിൻ $400 million വേൾഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓക്കെ. ഏഷ്യാസ് ലാർജസ്റ്റ് 750 MW റേവ അൾട്രാ മെഗാ സോളാർ പ്ലാന്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ. അപ്പോൾ ഏഷ്യയുടെ ലാർജസ്റ്റ് 750 MW അൾട്രാ മെഗാ സോളാർ പ്ലാന്റ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? അത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ മധ്യപ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ആദ്യത്തെ സിംഗിൾ സൈഡ് സോളാർ പവർ പ്ലാന്റ് ആണ്. ഓക്കെ. അപ്പോൾ മധ്യപ്രദേശിലെ CM ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ. ക്യാപിറ്റൽ ഭോപ്പാൽ. ഓക്കെ. Who is the wrestler turned actor named as the highest paid celebrity in Instagram? ഇൻസ്റ്റഗ്രാമിലെ ഹയസ്റ്റ് പെയ്ഡ് സെലിബ്രിറ്റി അദ്ദേഹം ഒരു റെസ്ലർ ടേൺഡ് ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡ്വൈൻ ജോൺസൺ. അദ്ദേഹത്തിന് റെസ്ലിംഗ് ടൈമിൽ റിംഗ് പേരെന്തുവായിരുന്നു? ദ റോക്ക്. ഓക്കെ. ഇദ്ദേഹം ഒരു കനേഡിയൻ ആക്ടർ കൂടിയാണ്. Who is Egypt's 31-year-old squash player who announced her retirement recently? അവരുടെ പേര് എൽബെലിലി. ഇപ്പോൾ ഈജിപ്തിൻ്റെ 31-year-old എൽബെലിലി റിട്ടയർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇന്ത്യയുടെ സ്ക്വാഷ് പ്ലെയേഴ്സ് വളരെ ഇന്ത്യയുടെ ടോപ്പ് സ്ക്വാഷ് പ്ലെയേഴ്സ് ആരൊക്കെയാണ്? ദീപിക പള്ളിക്കൽ, സൗരവ് ഘോഷൽ, ഇവരൊക്കെ ഇന്ത്യയുടെ ടോപ്പ് സ്ക്വാഷ് പ്ലെയേഴ്സാണ്. ഓക്കെ. അമിത് പാങ്കൽ, മഞ്ജു റാണി, മേരി കോം ടേക്സ് ഫസ്റ്റ് 3 spot at ലേറ്റസ്റ്റ് AIBA റാങ്കിങ്. ഇവർ ബോക്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. AIBA സ്റ്റാൻഡ്സ് ഫോർ അമച്വർ ഇൻ്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ. Indian Olympic Association adopted a new branding and visual entity, including an institutional and commercial logo, to celebrate dash years of participation of India at Summer Olympics. അപ്പോൾ ഇതിൻ്റെ ആൻസർ 100 years ആണ്. അപ്പോൾ ഇന്ത്യ സമ്മർ ഒളിമ്പിക്സിൽ പോയിട്ട് ഒരു സെഞ്ച്വറി ആവുന്നുണ്ട്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു വിഷ്വൽ ഐഡൻറ്റിറ്റി ഇന്ത്യ ഒരു പുതിയ ലോഗോ ആയിട്ട് ഇറക്കുന്നുണ്ട്. ഈ 100 years ഓഫ് പാർട്ടിസിപ്പേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ലോഗോ തന്നെ ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അമാഡോഗൻ കൗലിബല്ലി പാസസ് അവേ റീസെൻ്റ്ലി വാസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് വിച്ച് കൺട്രി? ഇദ്ദേഹം ഐവറി കോസ്റ്റിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അപ്പോൾ ഐവറി കോസ്റ്റിൻ്റെ ക്യാപിറ്റൽ എന്താണ്? യമോസോക്രോ. പ്രസിഡന്റ് ആലൻസ് ഒട്ടാറ. ഓക്കെ. ചാർലി ഡാനിയൽസ് പാസ്ഡ് അവേ റീസെൻ്റ്ലി ബിലോങ്സ് ടു വിച്ച് പ്രൊഫഷൻ? അപ്പോൾ ഇദ്ദേഹം ഒരു ഗ്രാമി അവാർഡ് വിന്നറാണ്. അദ്ദേഹത്തിന് ഡെവിൽ വെൻ ടു ജോർജിയ എന്നുള്ള വർക്കിന് വേണ്ടിയിട്ട് ഗ്രാമി അവാർഡ് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാമി അവാർഡ് എന്ന് പറയുന്നത് ഒരു മ്യൂസിക് അച്ചീവ്മെൻറ്റ്സിൽ കൊടുക്കുന്ന ഒരു അവാർഡാണ്. അപ്പോൾ ഗ്രാമി അവാർഡ് എന്ന് കേട്ടാൽ അത് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉള്ള അവാർഡാണ്. അപ്പോൾ ചാർലി ഡാനിയൽസ് എന്ന് പറയുന്നത് ഒരു മ്യൂസീഷ്യനാണ്. ഇദ്ദേഹത്തിന് ഗ്രാമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഗ്രാമി അവാർഡ് കൊടുക്കുന്നത് ആരാണ്? റെക്കോർഡിംഗ് അക്കാഡമി. ഓക്കെ. നെയിം ഓഫ് ഗോവാസ്
ഫോർമർ ഹെൽത്ത് മിനിസ്റ്റർ പാസ്ഡ് അവേ റീസെൻ്റ്ലി ഡ്യൂ ടു COVID-19. റീസെൻ്റായിട്ട് ഗോവയുടെ ഹെൽത്ത് മിനിസ്റ്റർ മരിച്ചിരുന്നു COVID-19 മൂലം. അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് അമോൻകർ. ഗോവ ക്യാപിറ്റൽ പനാജി. ഗോവയുടെ CM പ്രമോദ് സാവന്ത്. ഗവർണർ സത്യപാൽ മാലിക്. വസുദേവ മയ്യ വാസ് പാസ്ഡ് അവേ റീസെൻ്റ്ലി വാസ് ദ ഫോർമർ CEO ഓഫ് വിച്ച് ബാങ്ക്? ഇദ്ദേഹം ശ്രീ ഗുരു രാഘവേന്ദ്ര കോർപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഫോർമർ CEO ആയിരുന്നു. ഇദ്ദേഹം സൂയിസൈഡാണ് ചെയ്തത്. സൂയിസൈഡ് ബൈ പോയിസൺ. അദ്ദേഹം വിഷം കഴിച്ച് സൂയിസൈഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ സ്വന്തം കാറിൽ തന്നെ. ആ കാറിൽ നിന്ന് ബാംഗ്ലൂർ സിറ്റി പോലീസ് ഒരു 6 പേജ് സൂയിസൈഡ് നോട്ട് റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റായിട്ട് ശ്രീ ഗുരു രാഘവേന്ദ്ര കോർപ്പറേറ്റീവ് ബാങ്കിന് ഒരു സ്കാം നടന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ട്രാൻസാക്ഷനിലെ ഇറഗുലാരിറ്റീസ് മൂലം ജനുവരി 10 RBI ഈ ബാങ്കിൻ്റെ എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസിനെയും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഇത് RBI പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ ഇത് കാരണം ഇതുകൊണ്ടുണ്ടായ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ മൂലമാണ് ഇദ്ദേഹം സൂയിസൈഡ് ചെയ്തത്. ഓക്കെ. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ CMD ഹാസ് റിസീവ്ഡ് ആൻ എക്സ്റ്റൻഷൻ ഫോർ എ പീരീഡ് ഓഫ് 2 years ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഹു ഈസ് ദ CMD ഓഫ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ടാഗ് ലൈൻ ഓഫ് ദിസ് ബാങ്ക്? അപ്പോൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കറണ്ട് CMDക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു 2 year പീരീഡ് എക്സ്റ്റൻഷൻ കൊടുത്തു. അതാർക്കാണ്? രാജ് കിരൺ റാവു. അപ്പോൾ ഇതിൻ്റെ ടാഗ് ലൈൻ എന്താണ്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ടാഗ് ലൈൻ ഗുഡ് പീപ്പിൾ ടു ബാങ്ക് വിത്ത്. ഓക്കെ. വിച്ച് IIT ടൈഡ് അപ്പ് വിത്ത് NVIDIA ടു എസ്റ്റാബ്ലിഷ് ജോയിൻറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് സെൻറ്റർ? അപ്പോൾ ഇത് ഏത് IIT ആണ് NVIDIAയുടെ കൂടെ ടൈപ്പ് ചെയ്തത്? IIT ഹൈദരാബാദാണ്. ഓക്കെ. വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് ആൻഡ് ഏഷ്യാസ് ലാർജസ്റ്റ് ഡേറ്റാ സെൻറ്റർ ഈസ് ഇനാഗുറേറ്റഡ് ബൈ ശ്രീ ഉദ്ധവ് താക്കറെ. നെയിം ഓഫ് ദ ഡേറ്റാ സെൻറ്റർ? അപ്പോൾ ആ ഡേറ്റാ സെൻറ്ററിൻ്റെ പേരെന്താണ്? യോട്ട NM1 ഡേറ്റാ സെൻറ്റർ, മുംബൈ. ഇത് മുംബൈയിലെ പാൻവൽ ഡേറ്റാ സെൻറ്റർ പാർക്കിലാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. ഇത് ഇനാഗുറേറ്റ് ചെയ്തത് ശ്രീ ഉദ്ധവ് താക്കറെ മാത്രമല്ല, മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT, അതിൻ്റെ മിനിസ്റ്റർ രവിശങ്കർ പ്രസാദ് കൂടെയാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. അപ്പോൾ ഈ യോട്ട എന്ന് പറയുന്നത്, യോട്ട ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഹീരനന്ദിനി ഗ്രൂപ്പിൻ്റെ ഒരു സബ്സിഡറി കൂടെയാണ്. ഓക്കെ. Star Health Insurance has partnered with which bank to provide a wide range of health insurance options to its customers? അപ്പോൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇവർ ഏത് ബാങ്കിൻ്റെ കൂടെയാണ് ടൈപ്പ് ചെയ്തത്? ഇപ്പോൾ റീസെൻ്റായിട്ട് കരൂർ വൈശ്യ ബാങ്ക്. അപ്പോൾ ഇവരുടെ ഈ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ എല്ലാ ഇൻഷുറൻസ് ഫെസിലിറ്റീസും കരൂർ വൈശ്യ ബാങ്കിൻ്റെ 780 ബ്രാഞ്ചസിലൂടെ നമുക്ക് ലഭ്യമാവും. അതുപോലെയുള്ള ഒരു പാർട്ണർഷിപ്പാണ് ഇവർ രണ്ടുപേരും കൂടി ടൈപ്പ് ചെയ്തത്. അപ്പോൾ കരൂർ വൈശ്യ ബാങ്കിൻ്റെ ഹെഡ് എവിടെയാണ്? കരൂർ. ടാഗ് ലൈൻ സ്മാർട്ട് വേ ടു ബാങ്ക്. ഫോൺപേ ഹാസ് പാർട്ട്നേർഡ് വിത്ത് വിച്ച് മൊബിലിറ്റി പ്ലാറ്റ്ഫോം ടു എക്സ്പാൻഡ് പേയ്മെൻറ്റ് ഓപ്ഷൻ ഫോർ റൈഡേഴ്സ്? അപ്പോൾ ഫോൺപേ ആരോടാണ് പാർട്ട്ണർ ചെയ്തേക്കുന്നത്? ഓല ഒരു മൊബിലിറ്റി പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഓലയുടെ CEO ആരാണ്? ഭാവിഷ് അഗർവാൾ. CEO ഓഫ് ഫോൺപേ സമീർ നിഗം. അപ്പോൾ ഈ ഫോൺപേയുടെ ആകട്ടും ഓലയുടെ ആകട്ടും ഇത് രണ്ടിൻ്റെ ഹെഡ് ബാംഗ്ലൂരാണ്. Which ministry has partnered with US Agency for International Development USAID for Clean Energy Development? അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് മിനിസ്ട്രി ആയിരിക്കും? MNRE, മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. അപ്പം ഈ മിനിസ്ട്രിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മിനിസ്റ്റർ ആരാണ്? RK Singh. ഓക്കെ. ഗൂഗിൾ കറണ്ട് ഈസ് എ റീബ്രാൻഡഡ് വേർഷൻ ഓഫ് വിച്ച്? അത് ഗൂഗിൾ പ്ലസിൻ്റെ റീബ്രാൻഡഡ് വേർഷനാണ് ഗൂഗിൾ കറണ്ട്. അപ്പോൾ ഈ ഗൂഗിൾ പ്ലസ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ ഒരു ഫെയിൽഡ് പ്രോജക്റ്റ് ആയിരുന്നു. ഇപ്പോൾ ആ പ്രോജക്റ്റിനെ അവർ റീബ്രാൻഡ് ചെയ്ത് ഗൂഗിൾ കറണ്ട് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൂഗിളിൻ്റെ ഹെഡ് എവിടെയാണ്? കാലിഫോർണിയ. CEO സുന്ദർ പിച്ചൈ. IIT Alumni Council has partnered with which organization to jointly conduct research on COVID-19 and patient data analysis? അപ്പോൾ IIT Alumni Council ഏത് ഓർഗനൈസേഷൻ്റെ കൂടെയാണ് ടൈപ്പ് ചെയ്തത്? എന്തിനു വേണ്ടിയിട്ട്? ടു ജോയിൻ്റ്ലി ഒന്നിച്ചൊരു റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് COVID-19 കുറിച്ചും അതിൻ്റെ പേഷ്യൻ്റ് ഡേറ്റ അനാലിസിസിനെ കുറിച്ചും റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് IIT അലുമിനി കൗൺസിൽ CSIR IGBയുടെ കൂടെ ടൈപ്പ് ചെയ്തു. അപ്പോൾ CSIRൻ്റെ ഹെഡ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. വിച്ച് കൺട്രി ഈസ് ഹോസ്റ്റിംഗ് വെർച്വൽ കോൺഫറൻസ് ഇന്ത്യ ഗ്ലോബൽ വീക്ക് 2020? ഏത് കൺട്രിയാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്? UK ക്യാപിറ്റൽ ലണ്ടൻ. കറൻസി പൗണ്ട് സ്റ്റേർലിംഗ്. തീം ബി ദ റിവൈവൽ ഇന്ത്യ ആൻഡ് എ ബെറ്റർ വേൾഡ്. അപ്പോൾ ഇന്ത്യ ഗ്ലോബൽ വീക്ക് 2020യുടെ തീം എന്താണ്? ബി ദ റിവൈവൽ ഇന്ത്യ ആൻഡ് എ ബെറ്റർ വേൾഡ്. അപ്പോൾ ഈ വിർച്വൽ ഇവൻറ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസ്പെക്ടസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ.
വിച്ച് കൺട്രി ഹാസ് ടോപ്ഡ് ഇൻ ഗ്ലോബൽ റിയൽ എസ്റ്റേറ്റ് ട്രാൻസ്പെറൻസി ഇൻഡെക്സ് ഗ്രേഡി 2020? അപ്പോൾ ഇത് ടോപ്പ് ചെയ്തത് ഏത് കൺട്രിയാണ്? UK ആണ്. ഇന്ത്യയുടെ റാങ്ക് 34th റാങ്കാണ് ഇന്ത്യക്ക്. ഇന്ത്യയുടെ സ്കോർ എത്രയാണ്? 2.69 ആണ് ഇന്ത്യയുടെ സ്കോർ. അപ്പോൾ ഫസ്റ്റ് വന്ന കൺട്രി UK. യുടെ സ്കോർ എത്രയായിരിക്കും? 1.31. ഫസ്റ്റ് 3 കൺട്രീസ് ഏതൊക്കെയാണ്? UK, നെക്സ്റ്റ് US, പിന്നെ ഓസ്ട്രേലിയ. ഓക്കെ. Counter Terrorism Week is observed by UN from വീക്ക് July 6 to July 10 ആണ് അവർ കൗണ്ടർ ടെററിസം വീക്കായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. CM Naveen Patnaik unveiled Blueis, which would monitor changes in all government lands in Bhubaneswar. Blueis stands for. അപ്പോൾ Blueis എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഒഡീഷ CM നവീൻ പട്നായക് ലോഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ലാൻഡ്സിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ ആ Blueis എന്ന് പറയുന്നത് ഭുവനേശ്വർ ലാൻഡ് യൂസ് ഇൻ്റലിജൻസ് സിസ്റ്റം, which is the first state in country to top satellite space technology and AI for safeguarding government lands. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ അടിയിലാണ് BLUIS Blueis വരുന്നത്. ഇതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടീസ് ഗവൺമെൻറ് ലാൻഡ്സ് ഒക്കെ എൻക്രോച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ടെക്നോളജി, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് ഒരു സ്പേസ് ടെക്നോളജി യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഗവൺമെൻറ് ലാൻഡ്സ് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഏത് സ്റ്റേറ്റാണ്? ഒഡീഷ ഗവർണർ ആരാണ്? ഗണേഷി ലാൽ. ഒഡീഷ CM ആരാണ്? നവീൻ പട്നായക്. അപ്പോൾ ഒഡീഷ പറ്റി പറയുമ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് സബൂജ ഒഡീഷ ഒരു സ്കീം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് ലാസ്റ്റ് വീക്കുള്ളൊരു സ്കീമാണ് സബൂജ ഒഡീഷ. ഇത് മാത്രമല്ല ബൽറാം സ്കീം എന്നൊരു സ്കീം കൂടെ പഠിച്ചിരുന്നു ഒഡീഷ റിലേറ്റഡ് ആയിട്ട്. Sri Lanka and Maldives became the first 2 countries in Southeast Asia to eliminate which 2 diseases? അതായത് മീസൽസ് ആൻഡ് റുബെല്ല. അപ്പോൾ മീസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ാം പനി. ഇപ്പോൾ ഈ മീസൽസ് ആൻഡ് റുബെല്ല എന്ന് പറയുന്നത് ഒരു വളരെ എന്താ പറയുന്നത് ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു അസുഖമാണ്. അപ്പോൾ ഇതിന് ഇപ്പം മീസൽസിൻ്റെ പേര് 5ാം പനി എന്ന് പറയും. അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമോണിയ, ബ്രെയിനിന് ഇൻഫെക്ഷനൊക്കെ വന്ന് അത് ഡെത്തിന് വരയ്ക്കും കാരണമാകാൻ പറ്റുന്ന ഒരു അസുഖമാണ് മീസൽസ് എന്ന് പറയുന്നത്. അതുപോലെ റുബെല്ല എന്ന് പറയുന്നത് മീസൽസിനെക്കാട്ടി വലുതും ചിക്കൻ പോക്സിനെക്കാട്ടി ചെറിയതുമായിട്ടുള്ള കുരുക്കളൊക്കെ ശരീരത്തിൽ വരുന്ന അങ്ങനെ ഒരു അസുഖമാണ്. ഇതൊരു പ്രഗ്നൻറ്റ് ലേഡിക്ക് വന്നു കഴിഞ്ഞാൽ ആ പ്രഗ്നൻറ്റ് ലേഡിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ കാഴ്ചശക്തി, കേൾവിശക്തി, ഈവൻ ഹേർട്ടിനൊക്കെ ഡിസോർഡർ വരാൻ കാര്യമാകുന്ന ഒരു അസുഖമാണ് മീസൽസ് ആൻഡ് റുബെല്ല. അപ്പോൾ ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്ത ഫസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ 2 കൺട്രീസ് ഏതൊക്കെയാണ്? ശ്രീലങ്ക ആൻഡ് മാൽദീവ്സ് ആണ്. അപ്പോൾ ഇതിനൊരു വാക്സിൻ ഉണ്ട്, മീസൽസ് ആൻഡ് റുബെല്ല വാക്സിൻ. രണ്ടിനും ചേർത്തൊരു വാക്സിനാണുള്ളത്. ഓക്കെ. ISRO prepares to launch the satellite Amazonia 1 next month on board PSLV. Amazonia 1 is the satellite of which country? അപ്പോൾ Amazonia 1 എന്ന് പറയുന്നത് ഏത് കൺട്രിയുടെ സാറ്റലൈറ്റ് ആണ്? ബ്രസീലിൻ്റെ സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ഇത് ബ്രസീലിൻ്റെ ഫസ്റ്റ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്. അവർ ഡിസൈൻ ചെയ്ത് അസംബിൾ ചെയ്ത് ടെസ്റ്റ് ചെയ്ത അവരുടെ ഫസ്റ്റ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ് Amazonia 1. ഇത് ബ്രസീലിൻ്റെയാണ്. ബ്രസീലിൻ്റെ ക്യാപിറ്റൽ ബ്രസീലിയ. പ്രസിഡന്റ് ജെയർ ബോൾസനാരോ. ഓക്കെ. Which Indian task force has asked its personnel to delete 89 apps from their smartphone, including Facebook, TikTok, Tinder, PUBG, Instagram, to plug leakage of information? ഇപ്പോൾ ഏത് ആംഡ് ഫോഴ്സാണ് ഇത് പറഞ്ഞത്? ഇന്ത്യൻ ആർമിയാണ്. അപ്പോൾ ഇന്ത്യൻ ആർമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ആർമി ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓൺ Jan 15th. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് ജനറൽ ബിപിൻ റാവത്ത്. ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ മനോജ് മുകുന്ദ്. ഓക്കെ. നാഷണൽ ഫിഷ് ഫാർമേഴ്സ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. ഫിഷ് ഫാർമേഴ്സ് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? July 10. World Population Day is observed on July 11th. Okay. Who replaced Mohammad Mustapha Ahmed as new Hockey India president? അപ്പോൾ ഇത് ആരാണ് റീപ്ലേസ് ചെയ്യുന്നത്? ജ്ഞാനേന്ദ്ര നിംഗോംബം. ഇദ്ദേഹമാണ് പുതിയ ഹോക്കി ഇന്ത്യ പ്രസിഡൻറ്റ്. അദ്ദേഹം മണിപ്പൂരിൽ നിന്നുള്ള ഒരാളാണ്. അപ്പോൾ ഹോക്കി ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. Who is appointed as Taiwan's new ambassador to India? ഇപ്പോൾ ടൈവാൻ്റെ ന്യൂ അംബാസിഡർ ടു ഇന്ത്യ ആയിട്ട് പുതുതായിട്ട് അപ്പോയിൻ്റ് ചെയ്തത് ആരെയാണ്? പാൻ ഷ്വാർഖിയർ. തൈവാൻ്റെ ക്യാപിറ്റൽ ഏതാണ്? തായ്പായ്. പ്രസിഡന്റ് സായിങ് വെൻ. ഓക്കെ. ശ്യാമല ഗോപിനാഥ് ഈസ് അപ്പോയിൻറ്റഡ് ആസ് ദ അഡീഷണൽ ഡയറക്ടർ ഓഫ് വിച്ച് ഓർഗനൈസേഷൻ?
അപ്പോൾ ശ്യാമള ഗോപിനാഥിനെ ഏത് ഓർഗനൈസേഷൻ്റെ അഡീഷണൽ ഡയറക്ടറായിട്ടാണ് റീസെൻ്റായി അപ്പോയിൻറ്റ് ചെയ്തത്? ഇത് ക്രിസിൽ എന്ന് പറയുന്നത് ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. അപ്പോൾ ക്രിസിൽ സ്റ്റാൻഡ്സ് ഫോർ ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇത് ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? മുംബൈയിലാണ്. ഇതിൻ്റെ CEO അശുസ് വേഷ്. ഓക്കെ. ബോളിവുഡ് സ്റ്റാർ കപ്പിൾ സെയ്ഫ് അലി ഖാൻ ആൻഡ് കരീന കപൂർ ഈസ് ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് വിച്ച് ഇൻഡസ്ട്രി? അപ്പോൾ അവരൊരു ഗ്രൂപ്പിനെ ബ്രാൻഡ് അംബാസിഡറായിട്ട് സെലക്ട് ചെയ്തു. അത് വെക്ടസ് ഗ്രൂപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. ബോളിവുഡിൻ്റെ സ്റ്റാർ കപ്പിൾ സെയ്ഫ് അലി ഖാൻ ആൻഡ് കരീന കപൂർ. ഹു വിൽ ഹെഡ് സെബി അഡ്വൈസറി കമ്മിറ്റി ഓൺ മ്യൂച്വൽ ഫണ്ട്? അപ്പോൾ ഈ കമ്മിറ്റി ആരാണ് ഹെഡ് ചെയ്യുന്നത്? ഉഷ തോറാട്ടാണ്. അപ്പോൾ ഉഷ തോറാട്ട് എന്ന് പറയുമ്പോഴേ നമുക്ക് ഉഷ തോറാട്ട് കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് SFB സ്മോൾ ഫിനാൻസ് ബാങ്ക് കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ ഉഷ തോറാട്ട് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് വന്നത്. അതുപോലെ തന്നെ ഇനി ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് നാച്ചിക്കെറ്റ് മോർ. ഇദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയാണ് പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ കമ്മിറ്റി. ഓക്കെ. വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ലോഞ്ച്ഡ് പ്യുവർ ഫോർ ഷുവർ ക്യാമ്പയിൻ ടു എൻഷുർ പ്യൂരിറ്റി ഓഫ് മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്റ്റ്? അപ്പോൾ പ്യുവർ ഫോർ ഷുവർ എന്നൊരു ക്യാമ്പയിൻ ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ലോഞ്ച് ചെയ്തത്? അത് രാജസ്ഥാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. രാജസ്ഥാൻ CM അശോക് ഗെഹ്ലോട്ട്, ഗവർണർ കാൽരാജ് മിശ്ര. ക്യാപിറ്റൽ ജയ്പൂർ. ഓക്കെ. ഡിഫൻസ് മിനിസ്റ്റർ ഹാസ് ഇനോഗ്രേറ്റഡ് 6 ന്യൂ ബ്രിഡ്ജസ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ജമ്മു കാശ്മീരിൽ 6 പുതിയ ബ്രിഡ്ജസ് ഇനാഗുറേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആരാണ്? രാജ്നാഥ് സിംഗ്. അപ്പോൾ ഇദ്ദേഹം ഇനാഗുറേറ്റ് ചെയ്ത 6 ബ്രിഡ്ജിൽ 4 എണ്ണം അക്നൂർ പലൻവാല റോഡിലും 2 എണ്ണം തർണ ടു നല്ല കത്വ ഡിസ്ട്രിക്റ്റിലെ തർണ നല്ല പ്ലേസിലുമാണ് 2 ബ്രിഡ്ജ് ലോഞ്ച് ചെയ്തത്. ഓക്കെ. India's rank in case of cancer preparedness among 10 Asia Pacific countries as per EIU report. അപ്പോൾ EIU റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ ക്യാൻസർ പ്രിപ്പയർഡ്നെസ് കേസ് റാങ്ക് എത്രയാണ്? ഇന്ത്യയുടെ റാങ്ക് 8ആണ്. ഔട്ട് ഓഫ് 10ൽ 8ആണ് ഇന്ത്യയുടെ റാങ്ക്. ഇന്ത്യയുടെ സ്കോർ എത്രയാണ്? 51.6 ഔട്ട് ഓഫ് 100. ഓക്കെ. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഇട്ടിരുന്ന വീഡിയോയിൽ നിന്ന് ഒരു ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നൊരു സെക്ഷൻ ഇന്നോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇന്ന് 5 ക്വസ്റ്റ്യൻസുകളിൽ ഇനി വരുന്ന വീഡിയോ സെഷൻസിൽ ഒരു ക്വിസ് മാതിരി നമുക്ക് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ, ക്യാപിറ്റൽ ഓഫ് മലാവി, ഹെഡ് ക്വാർട്ടർ ഓഫ് NLC ഇന്ത്യ ലിമിറ്റഡ്. NLC എന്ന് പറഞ്ഞാൽ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ. ഹു ഇസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ഐ ഡു വാട്ട് ഐ ഡു? ഹെഡ് ക്വാർട്ടർ ഓഫ് ICC. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. സ്റ്റേ സേഫ് ആൻഡ് ബി ഹെൽത്തി.